നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ദ്രാവകമാണ് രക്തം. ഓരോ ശ്വാസത്തിലും ഓക്സിജൻ എത്തിച്ചും ഓരോ മുറിവിലും കട്ടപിടിച്ച് ജീവൻ രക്ഷിച്ചും അത് അതിന്റെ ധർമ്മം നിർവഹിക്കുന്നു. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഗുരുതരമായ ഒരപകടം സംഭവിച്ച വ്യക്തിക്ക് കൃത്യമായ ഗ്രൂപ്പിലുള്ള രക്തം ലഭിക്കാൻ സെക്കൻഡുകൾ പോലും വിലപ്പെട്ടതാകുമ്പോൾ അവിടെ രക്തബാങ്കിൽ ആവശ്യമായ ഗ്രൂപ്പിലുള്ള രക്തമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലോകമെമ്പാടുമുള്ള ആരോഗ്യമേഖല പതിറ്റാണ്ടുകളായി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് രക്തം സംഭരിക്കുന്നതിലെ പരിമിതികളും ഗ്രൂപ്പ് ചേർച്ചയുടെ ആവശ്യകതയും. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രവിപ്ലവം ഇപ്പോൾ അരങ്ങേറുകയാണ്. അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ജപ്പാനിലെ പ്രഗത്ഭരായ ഗവേഷകരാണ്. ഇന്ന് ഏത് രക്തഗ്രൂപ്പുകാർക്കും സുരക്ഷിതമായി നൽകാൻ സാധിക്കുന്ന, ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു കൃത്രിമ മനുഷ്യരക്തം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കേവലം ഒരു ശാസ്ത്ര കണ്ടുപിടുത്തത്തിലേക്കല്ല, മറിച്ച് മനുഷ്യന്റെ ജീവൻ രക്ഷാ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ്. ഈ സാങ്കേതികവിദ്യ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഇതിനെങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. കൃത്രിമ മനുഷ്യരക്തം, ലോകാരോഗ്യരംഗത്തെ ജപ്പാന്റെ വിപ്ലവകരമായ മുന്നേറ്റം എന്ന വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നിലവിലെ രക്തബാങ്കുകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നറിയണ്ടേ? സാധാരണയായി ചുവന്ന രക്താണുക്കൾ 42 ദിവസം വരെയും പ്ലേറ്റ്ലെറ്റുകൾ കേവലം 5 ദിവസം വരെയും മാത്രമേ സൂക്ഷിക്കാൻ കഴിയൂ. ഈ പരിമിതി കാരണം എപ്പോഴും പുതിയ രക്തത്തിന്റെ ആവശ്യകത നിലനിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമിതാണ്: എ ബി, ഒ, എ ബി എന്നീ ഗ്രൂപ്പുകൾ കൃത്യമായി ചേർന്നാൽ മാത്രമേ രക്തം നൽകാൻ കഴിയൂ. ഉദാഹരണത്തിന്, ഒ നെഗറ്റീവ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ ആണെങ്കിലും അതിന്റെ ലഭ്യത പലപ്പോഴും കുറവാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഗ്രൂപ്പ് പരിശോധനയ്ക്കായി സമയം കളയേണ്ടി വരുന്നത് നിർണായകമാണ്. പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, ഗതാഗത സൗകര്യമില്ലാത്ത വിദൂര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രക്തം കൃത്യസമയത്തെത്തിക്കാൻ പ്രയാസമാണ്. രക്തദാനത്തിലൂടെ HIV, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കാൻ കർശനമായ പരിശോധനകൾ ആവശ്യമാണ്. ഇതിന് സമയവും പണവും ചെലവുണ്ട്. ഈ വെല്ലുവിളികളാണ് കൃത്രിമ രക്തം എന്ന ആശയത്തിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. ഈ വെല്ലുവിളികൾക്ക് ജപ്പാനിലെ നാഷണൽ ഡിഫൻസ് മെഡിക്കൽ കോളേജിലെ ഗവേഷകർ നൽകിയ മറുപടിയാണ് ഈ കൃത്രിമ രക്തം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യൂണിവേഴ്സൽ ട്രാൻസ്ഫ്യൂഷൻ സാധ്യതയാണ്. രക്തഗ്രൂപ്പ് എന്തായിരുന്നാലും ഈ കൃത്രിമ രക്തം ആർക്കും നൽകാം. ഇത് രക്തം സ്വീകരിക്കേണ്ട വ്യക്തിയുടെ വിലപ്പെട്ട സമയം ലാഭിക്കുന്നു. ഒ നെഗറ്റീവ് രക്തം തേടേണ്ട ആവശ്യം വരുന്നില്ല. ഈ കൃത്രിമ രക്തം 2 പ്രധാന ധർമ്മങ്ങൾ ഒരേ സമയം നിർവഹിക്കുന്നു. 1. ശരീരത്തിന് ഓക്സിജൻ എത്തിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ ധർമ്മം. 2. രക്തം കട്ടപിടിപ്പിച്ച് രക്തസ്രാവം തടയുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം. അതായത്, ഒരാൾക്ക് ചുവന്ന രക്താണുക്കളുടെ കുറവും പ്ലേറ്റ്ലെറ്റിന്റെ കുറവും ഒരേ സമയമുണ്ടെങ്കിൽ ഇത് രണ്ടിനും ഒറ്റ പരിഹാരമാകും. ഈ കൃത്രിമ രക്തത്തിന് സാധാരണ താപനിലയിൽ പോലും കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കാൻ സാധിക്കും. ഇത് രക്തബാങ്കിംഗ് മേഖലയിലെ സമ്മർദ്ദം കുറയ്ക്കും. കൃത്രിമ രക്തം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇത് പ്രധാനമായും 2 പ്രത്യേക കണികകളാണ്. 1. ഓക്സിജൻ കാരിയർ ഹീമോഗ്ലോബിൻ വെസിക്കിൾസ്. ഹീമോഗ്ലോബിൻ വെസിക്കിൾസ് HBV. ഓക്സിജനെ വഹിക്കുന്ന പ്രധാന ഘടകം ഹീമോഗ്ലോബിനാണ്. എന്നാൽ ശുദ്ധമായ ഹീമോഗ്ലോബിൻ നേരിട്ട് കുത്തിവച്ചാൽ വൃക്കകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. ഇവിടെ ഗവേഷകർ ഹീമോഗ്ലോബിനെ ലിപ്പോസോമുകൾ എന്ന കൊഴുപ്പുകൊണ്ടുള്ള മൈക്രോ അറകൾക്കുള്ളിൽ സൂക്ഷിക്കുന്നു. ഇവയ്ക്ക് സാധാരണ ചുവന്ന രക്താണുക്കളേക്കാൾ വളരെ കുറഞ്ഞ വലിപ്പമേ ഉള്ളൂ. ഈ പൊതിഞ്ഞ ഹീമോഗ്ലോബിൻ ഓക്സിജൻ കാര്യക്ഷമമായി എത്തിക്കുകയും ശരീരത്തിന് ദോഷകരമാകാതെ വിഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ HBVകളുടെ ഉപരിതലത്തിൽ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ആന്റിജനുകളില്ല. അതുകൊണ്ടാണ് ഇവ ഏത് രക്തഗ്രൂപ്പുകാർക്കും യോജിക്കുന്നത്. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഇവയെ പുറത്തുനിന്നുള്ള ഭീഷണിയായി കണക്കാക്കുന്നില്ല. 2. പ്ലേറ്റ്ലെറ്റ് സമാന കണികകൾ. പ്ലേറ്റ്ലെറ്റ് മിമിക്കിംഗ് പാർട്ടിക്കിൾസ്. രണ്ടാമത്തെ ഘടകം പ്ലേറ്റ്ലെറ്റ് സമാന കണികകളാണ്. ഇവ രക്തസ്രാവമുണ്ടാകുന്നിടത്തെത്തുമ്പോൾ കട്ടപിടിക്കുന്ന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. ഇത് ആന്തരിക രക്തസ്രാവം പോലുള്ള ഗുരുതരമായ സാഹചര്യങ്ങളിൽ രോഗിയെ പെട്ടെന്ന് രക്ഷിക്കാൻ സഹായിക്കും. ഈ സാങ്കേതികവിദ്യയുടെ സുരക്ഷിതത്വം ആദ്യം തെളിയിച്ചത് മുയലുകളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ്. ഗവേഷകർ മുയലുകളിൽ ഗുരുതരമായ രക്തസ്രാവമുണ്ടാക്കി. തുടർന്ന് ഈ കൃത്രിമ രക്തം നൽകി. കൃത്രിമ രക്തം സ്വീകരിച്ച മുയലുകൾക്ക് മതിയായ ഓക്സിജൻ ലഭിക്കുകയും രക്തസ്രാവം നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്തതിനാൽ അവ സുരക്ഷിതമായി അതിജീവിച്ചു. പരീക്ഷണങ്ങൾക്കിടയിൽ ഈ കൃത്രിമ രക്തം സ്വീകരിച്ച മുയലുകളിൽ കാര്യമായ പാർശ്വഫലങ്ങളോ ഓർഗൻ ഡാമേജോ കണ്ടെത്തിയില്ല എന്നത് ഈ ഗവേഷണത്തിന്റെ വലിയ വിജയമാണ്. എങ്കിലും മനുഷ്യരിൽ പരീക്ഷിച്ച് വാണിജ്യവത്കരിക്കുന്നതിനു മുൻപ് ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്.
ഈ കണികകൾ ശരീരത്തിൽ എത്രകാലം നിലനിൽക്കും? അവ വിഘടിച്ചു പോകുമ്പോൾ ദോഷകരമായ വസ്തുക്കളുണ്ടാകുമോ? എല്ലാ മനുഷ്യരിലും ഇത് പ്രതിരോധ പ്രതികരണം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. ലാബ് തലത്തിലുള്ള ഉൽപ്പാദനം ചെലവേറിയതാണ്. ഇത് കുറഞ്ഞ ചെലവിൽ ദശലക്ഷക്കണക്കിന് യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റണം. നിലവിൽ മനുഷ്യരിലെ ക്ലിനിക്കൽ ട്രയലുകൾ ആരംഭിക്കുന്നതിനുള്ള കർശനമായ നിയമപരമായ നടപടിക്രമങ്ങളിലാണ് ഗവേഷകർ. ഈ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ മാത്രമേ പൊതു ഉപയോഗത്തിനായി ഇത് ലഭ്യമാകൂ. ഈ കണ്ടുപിടുത്തം ആരോഗ്യരംഗത്ത് വരുത്തുന്ന മാറ്റങ്ങൾ വലുതാണ്. അപകടം നടന്ന ഉടൻ തന്നെ ആശുപത്രിയിലെത്തുന്നതിന് മുമ്പ് പോലും പരിക്കേറ്റവർക്ക് ഈ യൂണിവേഴ്സൽ കൃത്രിമ രക്തം നൽകാനാകും. ഇത് ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ഗോൾഡൻ ഹവർ ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കും. രക്തം സംഭരിച്ച് സൂക്ഷിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള പ്രദേശങ്ങളിലും ഇത് ലഭ്യമാക്കാം. ബോംബെ ഗ്രൂപ്പ് പോലുള്ള വിരളമായ രക്തഗ്രൂപ്പുകൾ ആവശ്യമുള്ള രോഗികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. വിദൂരമായ യുദ്ധഭൂമികളിലും ഭാവിയിൽ ബഹിരാകാശ യാത്രകളിലും തൽക്ഷണം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ രക്തം ഒരു ഗെയിം ചേഞ്ചറാകും. ജപ്പാന്റെ ഈ കണ്ടുപിടുത്തം ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതമാണ്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് സാങ്കേതികവിദ്യ നൽകുന്ന മറുപടിയാണിത്. പൂർണ്ണമായും സുരക്ഷിതവും എല്ലാവർക്കും ചേരുന്നതുമായ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന ഒരു കൃത്രിമ രക്തം യാഥാർത്ഥ്യമാകുമ്പോൾ രക്തദാനം പോലുള്ള മഹത്തായ കാര്യങ്ങളുടെ പ്രാധാന്യം കുറയുന്നില്ല. എന്നാൽ ജീവൻ രക്ഷിക്കാനുള്ള മറ്റൊരു ശക്തമായ ആയുധം കൂടി ശാസ്ത്രലോകത്തിന് ലഭിക്കും. ചുരുക്കത്തിൽ, ശാസ്ത്രലോകം കാത്തിരുന്ന ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള ദൂരമാണ് ജപ്പാനിലെ ഈ ഗവേഷകർ കുറച്ചിരിക്കുന്നത്. അപകടസ്ഥലങ്ങളിൽ രക്തം കിട്ടാതെ പോകുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അവിടെ ഒരു ജീവൻ രക്ഷാകവചമായി ഈ കൃത്രിമ രക്തം മാറുന്ന കാലം വിദൂരമല്ല. എങ്കിലും ഓർക്കുക, ശാസ്ത്രം എത്ര വളർന്നാലും സഹജീവിക്ക് നൽകുന്ന രക്തദാനത്തോളം വലിയൊരു പുണ്യം വേറെയില്ല. ഈ സാങ്കേതികവിദ്യ യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ ജീവനുകൾ നമുക്ക് ചേർത്തുപിടിക്കാനാകും. വൈദ്യശാസ്ത്രത്തിലെ ഈ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.